ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം വന്ന നിവിൻ പോളിയുടെ 8ാമത്തെ സിനിമയായിരുന്നു മലയാളി ഫാമിലി. സിനിമ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായെങ്കിലും സിനിമ മുന്നോട്ട് വെച്ച ആശയം ഇന്നത്തെ സൊസൈറ്റിക്ക് വളരെ റെലവന്റ് ആയിരുന്നു. മലയാള യൂസേഴ്സായ വിഷയവും സോഷ്യൽ മീഡിയയിലൊക്കെ നടന്ന ഒരുപാട് വാർത്തകളും ഇതുകൂടാതെ പഴയകാല സിനിമകളിലെ ഒരുപാട് റെഫറൻസും ഒക്കെ ചേർത്താണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ സിനിമയിലേക്ക് ഉൾപ്പെടുത്തിയ സോഷ്യൽ റെലവന്റ് ആയ കണ്ടന്റുകളും സിനിമയിലെ യഥാർത്ഥ ടോപ്പിക്കും പണ്ടുണ്ടായിരുന്ന സിനിമകളിലെ റെഫറൻസും മിസ്റ്റേക്കുകളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമേ തന്നെ ഈ സിനിമയിലെ കുറച്ച് പൊളിറ്റിക്കൽ റെഫറൻസും സോഷ്യൽ ഇഷ്യൂസും നോക്കാം. സിനിമയിലുടനീളം നിവിൻ പോളിയെ ഒരു BJP അനുഭാവി രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു സീനിൽ വെച്ച് നിവിൻ പോളി പറയുന്നുണ്ട്, മിനിമം 30 സീറ്റുകളെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ ഭരണം കീഴടക്കും. 30 സീറ്റ് ഞങ്ങൾ ജയിക്കുകയും ചെയ്യും, ഭരണം പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ പറയാൻ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ BJP അധ്യക്ഷനായ K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു 30 സീറ്റുകളെങ്കിലും കിട്ടിയാൽ BJP അധികാരത്തിലെത്തുമെന്ന്. അതിലൊരു സംശയമില്ല. ഈ ഒരു സീനിനെ വീണ്ടും ചെറിയൊരു റെഫറൻസ് പോലെ നിവിൻ പോളിക്ക് വേണ്ടി ഇവിടെ കാണിച്ചതാണ്. ഇത് കൂടാതെ സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഇതുപോലെയുള്ള സംരംഭങ്ങളെ കുറിച്ചും ചെറിയ രീതിയിൽ അവിടെ ഇവിടെയായിട്ട് സിനിമയിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഇതും കൂടാതെ വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യ തോറ്റ ഒരു ദിവസം നടത്തിയ ആഘോഷ പരിപാടിക്ക് വന്ന ഒരു വാർത്തയെ ചെറിയ രീതിയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ നിന്നും IS-ലേക്ക് ആളുകൾ പോകുന്നതിനെയും ചെറിയ രീതിയിൽ അവിടെ ഇവിടെയായി മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. കൊറോണ നമ്മൾ മനുഷ്യർക്ക് ഉണ്ടാക്കിയ ദുരിതം എത്രത്തോളമാണെന്ന് സിനിമയിൽ വ്യക്തമായ രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു പോകുമ്പോൾ അവിടേക്ക് കൊറോണ കൂടി വരുന്നത് കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കുമെന്ന് വ്യക്തമായ രീതിയിൽ സംവിധായകൻ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ ഈ മാസം 31 വരെ സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ദുരിതവും ഇതുപോലെ തന്നെ ആയിരുന്നു എന്നും വരച്ചു കാട്ടുന്നു. സിനിമയുടെ അവസാനം മലാല യൂസഫ്സായി നടത്തിയ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ആ പ്രസംഗവും ചെറിയ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചിത്രത്തിലെ ആ പാകിസ്ഥാനിയുടെ മകളായി വരുന്ന കഥാപാത്രത്തെ മലാലയുമായി ചെറിയ സാദൃശ്യങ്ങളും സിനിമയിൽ ആവിഷ്കരിച്ചു വെക്കുന്നുണ്ട്. സിനിമയിൽ ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകൻ ഒരു PSC കോച്ചിങ് സെന്റർ നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കോച്ചിങ് സെന്ററിന്റെ പേര് ഷൈജൂസ് എന്നാണ് കാണിക്കുന്നത്. ശരിക്കും ഇത് വർഷങ്ങൾക്ക് മുന്നേ ലോകത്താകമാനം വൈറലായ ബൈജൂസ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതുകൂടാതെ ഇദ്ദേഹം പറയുന്ന ഡയലോഗ് ഉണ്ട്, ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറാനെന്ന്. ഇത് സുരേഷ് ഗോപി അവതരിപ്പിച്ച കോഡീഷനിലെ ട്രേഡ് മാർക്കായ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ചോദ്യം മതി ജീവിതം മാറാൻ. നമുക്ക് സിനിമകളുടെ റെഫറൻസ് നോക്കാം. ആദ്യമായി ആടുജീവിതം. ഈ സിനിമയിൽ നിവിൻ പോളി അറബ് രാജ്യത്ത് അകപ്പെട്ടു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ആടുജീവിതം എന്ന കഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് സീനുകളാണ്. ആടുജീവിതം എന്ന സിനിമ റിലീസ് ആയത് ഇപ്പോഴായിരിക്കും. എന്നാൽ ആടുജീവിതം എന്ന നോവൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ വൈറലായിരുന്നു. അങ്ങനെ ആ ആടുജീവിതം എന്ന നോവലിൽ കാണിച്ചു തന്ന ദുരിതത്തിനെ കുറിച്ചായിരുന്നു ഈ സിനിമയിൽ നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രം അനുഭവിക്കുന്നതായിട്ട് നമ്മളെ കാണിച്ചത്. നെക്സ്റ്റ് വൺ 1983 എന്ന ചിത്രത്തിൽ നിവിൻ പോളിയെ ഒരു ക്രിക്കറ്റ് പ്രേമിയായിട്ടാണ് കാണിക്കുന്നത്. ഈ ചിത്രത്തിലും നിവിൻ പോളി ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവിടെ ഇവിടെയായി 1983 എന്ന ചിത്രത്തിലെ റെഫറൻസും വന്നു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആദിപുരുഷ്. പ്രഭാസ് നായകനായി ബോക്സ് ഓഫീസിൽ വൻ ഡിസാസ്റ്റർ ആയ ചിത്രമായിരുന്നു ആദിപുരുഷ്. ഈ ചിത്രത്തിലെ ഒരു റെഫറൻസും വല്ലാത്ത കോമഡിയായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ ഒരു പ്രത്യേക രീതിയിൽ കാണിക്കുമ്പോൾ ആദിപുരുഷ് എന്ന സിനിമയിൽ വളരെ വലിയ രീതിയിൽ ട്രോൾ മെറ്റീരിയലായ ഒരു ഗ്രാഫിക്സ് സീനിനെ അതേപോലെ കാണിച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് വൺ അറബിക്കഥ. അറബിക്കഥ എന്ന സിനിമ നമ്മൾ ആരും മറക്കാൻ സാധ്യതയില്ല. മുകുന്ദൻ അറബിനാട്ടിൽ അകപ്പെടുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന കഷ്ടപ്പാടുകളെയാണ് സിനിമ കാണിച്ചത്. ഈ സിനിമയിൽ ഒരു സീനിൽ ശ്രീനിവാസൻ പറയുന്ന അതേ ഡയലോഗ് ദോഷം പറയരുതല്ലോ, നല്ല കാറ്റും വെളിച്ചവും നിവിൻ പോളിയും സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. മോശം പറയരുതമ്മേ, നല്ല കാറ്റും നല്ല വെളിച്ചം. ചിത്രത്തിലെ നിവിൻ പോളിയുടെ റൊമാൻറ്റിക് സോങ്ങിൽ 4 സിനിമകളുടെ റെഫറൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ നിവിൻ പോളിയുടെ തട്ടത്തിൻ മറയത്തിലെ ആ മുടിയുടെ സ്റ്റൈല്. അതിനുശേഷം പ്രേമം സിനിമയിലെ ആ വാതിൽ തുറക്കുന്ന സീൻ. ഇത് കഴിഞ്ഞ് തിളക്കം സിനിമയിൽ ദിലീപും സലീംകുമാറും ചെയ്ത സീനിനെ ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതും കഴിഞ്ഞതിന് ശേഷം പ്രകൃതി സിനിമയെ ചെറുതായി ട്രോളുന്ന രീതിയിൽ ഇനി നോ പ്രകൃതി ഓൺലി വികൃതി എന്നും അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഗള്ളിവേസ് ട്രാവൽസ്. ബോളിവുഡിൽ വന്ന ഒരു വൺ ഹിറ്റ് ചിത്രമായിരുന്നു ഗള്ളിവേസ് ട്രാവൽസ്. ഗള്ളിവേസ് ട്രാവൽസ് എന്ന ചിത്രത്തിൽ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ഒരു ഭീമാകാരനായ മനുഷ്യൻ എത്തുന്നതായിരുന്നു കഥ. ഇതിന്റെ തുടക്കത്തിലെ ഗ്രാഫിക്സിലൂടെ നിവിൻ പോളി ആ നാട്ടിൽ അങ്ങനെ ഒരാളെ പോലെയാണ് എന്ന പോലെ ആയിരിക്കാം തുടക്കത്തിൽ ഗള്ളിവേസ് ട്രാവൽസിലെ ഒരു റെഫറൻസ് പോലെ ഒരു സീൻ വന്നിട്ടുണ്ട്.
നെക്സ്റ്റ് വൺ വിജയകുമാർ. വിജയകുമാർ ഈ സിനിമയിൽ പറയുന്നുണ്ട്, അല്ലെങ്കിലേ ചതിയൻ എന്നൊരു പേര് എനിക്കുണ്ട്. ഇത് അദ്ദേഹത്തെ കുറിച്ച് ട്രോളിംഗ് രീതിയിൽ ഒരുപാട് തവണ വന്നതാണ് ചീറ്റിംഗ് സ്റ്റാർ എന്നൊരു ലേബൽ. അദ്ദേഹം ചെയ്ത പഴയകാല സിനിമകളിലെല്ലാം അദ്ദേഹം ഒരു ചതിയൻ വേഷം ചെയ്യാറുണ്ട്. അതിനെ ചെറിയ രീതിയിൽ ഹാസ്യവൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്തത്. നെക്സ്റ്റ് വൺ 2 ഗാനങ്ങൾ. ഈ ചിത്രത്തിൽ നിവിൻ പോളി ഗൾഫിൽ എത്തിയതിനു ശേഷം 2 പഴയകാല ഗാനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു അക്കരെ 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 എന്ന സിനിമയിലെ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ എന്ന സോങ്. ഇതിനുശേഷം പൂമാനമേ എന്ന മമ്മൂട്ടി സോങ്ങും ചെറുതായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. കളിപ്പാട്ടം. കളിപ്പാട്ടം എന്ന സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ക്ലൈമാക്സ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കളിപ്പാട്ടം എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ലാസ്റ്റിൽ വിനീത് ലാലേട്ടനടുത്തേക്ക് എത്തുമ്പോൾ വിനീതിനോട് അദ്ദേഹത്തിന്റെ മനോഭാവം താൻ കഴിഞ്ഞ കുറെ കാലം മുന്നേ കഷ്ടപ്പെട്ട ഫ്ലാഷ് ബാക്ക് സീനുകൾ മനസ്സിലേക്ക് വരുന്നതായിട്ടായിരുന്നു. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ അടുത്തേക്ക് ഒരു പാകിസ്ഥാനി പയ്യൻ വരുമ്പോൾ ആ പയ്യനെ കാണുമ്പോൾ തന്റെ പഴയകാല ജീവിതം നിവിൻ പോളിക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ ആ പയ്യനോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യുന്നതൊക്കെയായിരുന്നു ഇവിടെ കാണിച്ചത്. ജേക്കബിന്റെ സ്വർഗരാജ്യം റൊമാൻസ്. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ നായകനായ നിവിൻ പോളിയുടെ കഥാപാത്രം ഒരു പ്രത്യേക സീനിന് ശേഷം അലസതയിൽ നിന്ന് മാറി ഉത്തരവാദിത്ത ബോധമുള്ളവനായി മാറുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് വേറെ എത്ര മക്കൾ ചെയ്യൂടാ. ഈ സീനിൽ തന്റെ അമ്മയോട് സംസാരിക്കുന്ന അതേ ടോണിലായിരുന്നു മലയാളി ഫ്രം ഇന്ത്യയിലെ ഈ സീനിൽ സംസാരിക്കുന്നത്. അച്ഛനെ പോയുള്ളൂ. എന്തായാലും ഈ 2 സീനുകളും ഇങ്ങനെ വെച്ചത് ഇതിന്റെ ഒരു റെഫറൻസ് ആയിട്ടാണ്. അവളുടെ കല്യാണക്കാരി ഓർത്തൊന്നും നമ്മ ടെൻഷൻ ആകാതെ. എന്നിട്ട് ഈ സീൻ പിന്നീട് ഒരു കോമഡിയായി മാറുന്നു എന്നത് മറ്റൊരു കാര്യം. സിനിമയുടെ അവസാനമാകുമ്പോൾ 2 സിനിമകളുടെ റെഫറൻസ് വന്നു പോകുന്നുണ്ട്. അവയിലൊന്നായിരുന്നു സന്ദേശം സിനിമയുടെ റെഫറൻസ്. നമ്മുടെ പാർട്ടിക്ക് അടുത്തറിയില്ല, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതായത് സന്ദേശം സിനിമയുടെ റെഫറൻസ് അല്ല എന്നിരുന്നാൽ പോലും സന്ദേശം സിനിമയുടെ തീം പോലെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ തന്റെ രാഷ്ട്രീയ മനോഭാവം എല്ലാം മാറ്റി ഒരു സാധാരണ മനുഷ്യനായി നായകൻ മാറുന്നു. ഇത് തന്നെയായിരുന്നു സന്ദേശം സിനിമയുടെ തീം. ബജ്രംഗി ഭായിജാൻ റെഫറൻസ്. ഏറെക്കുറെ ഈ ചിത്രം ബജ്രംഗി ഭായിജാന്റെ കഥയുമായി ചെറിയ രീതിയിലുള്ള സാമ്യതകളൊക്കെ വരുന്നുണ്ട്. ജയ് ശ്രീരാം. അതായത് ബജ്രംഗി ഭായിജാൻ എന്ന സിനിമയിലും സിനിമ അവസാനിക്കാറാവുമ്പോൾ പാകിസ്ഥാനി പെൺകുട്ടിയെ അവളുടെ നാട്ടിലേക്ക് അയക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ആ കഥ മുൻപോട്ട് പോകുന്നത്. ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആകുമ്പോഴും നമുക്ക് അതുപോലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ കാണാൻ പറ്റും. ഏറെക്കുറെ അതുമായി തന്നെ സാമ്യതയുള്ള സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യയും. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലെ കുറച്ച് ലോജിക് മിസ്റ്റേക്കുകളും സിനിമയുടെ യഥാർത്ഥ കണ്ടന്റും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ.